ഇമാമിന് തെറ്റ്, നമുക്ക് അതിൽ എന്ത് ചെയ്യില്ല. ലീക്കെ ഗ്രൂപ്പിൽ നമ്മൾ അമ്പലക്കടവ് ഹമീദ് ഫൈസി നടത്തിയ മുഖാമുഖങ്ങളിൽ ഈ സലാത്തൊക്കെ പുതിയതായിട്ട് ഇവർക്ക് ഉണ്ടാക്കുന്ന സലാത്തിനെ കുറിച്ച് നബി പഠിപ്പിക്കാത്ത ഈ സലാത്ത് പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യകർത്താവിന്റെ മുമ്പിൽ കുടുങ്ങിയപ്പോ അബദ്ധത്തിൽ മൂപ്പര് സമസ്തനെ മറന്നുപോയി. അമ്പലക്കടവ് പറഞ്ഞു അതൊക്കെ ബിദ്അത്ത് തന്നെയാണ്, അതൊക്കെ ഏപ്പിക്കാരുണ്ടാക്കിയതാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഏപ്പിക്കാർക്ക് ഒരു ചവിട്ടും. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താണ് അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദ്അത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാൻ സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദനായ ശംസുലമ ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. ഓർക്ക് സാസത്തിന് ഏപ്പിക്കാരൊന്നും മുട്ടിയാ ഞങ്ങളെ ഈ ഗ്രൂപ്പിന്റെ അവസ്ഥ എന്താ വെച്ചാല് നേരം വെളുത്തൊരു 10 മിനിറ്റ് വരെ ഏപ്പിനെ ചീത്തറിഞ്ഞാൽ ഓലിക്കൊരു സമാധാന. അങ്ങനെ ഓലിക്ക് കിട്ടുന്ന സമയത്തൊക്കെ മാത്രല്ല, എത്രമാത്രം എന്ന് പറഞ്ഞാല് രാവിലെ ഇപ്പൊ ഞങ്ങളൊക്കെ ചില ആളുകൾ പറയുന്ന തമാശക്ക് രാവിലെ കാന്തപുരത്തിന്റെ കളർ ഫോട്ടോ ഉള്ള പത്രം ഈ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർക്ക് കൊടുത്താൽ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവും. സെൻസർ നടത്തിയിട്ട് അവർക്ക് കൊടുക്കാറില്ല. അത്രയും ദേഷ്യാണ് കാന്തപുരത്തിനോട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തോട് നമുക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തോട് വിദ്വേഷമോ പ്രതിഷേധമോ ഇല്ല. അദ്ദേഹത്തിന്റെ ആദർശപരമായി നമുക്ക് അദ്ദേഹത്തോട് വളരെ ശക്തമായ പ്രതിഷേധം. വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യൻ എന്തെല്ലാം രൂപത്തിൽ ആളുകൾ ജീവിക്കുന്നു അത് അവരുടെ കാര്യം. പക്ഷെ എങ്കിലും ഇ.കെ. ഗ്രൂപ്പിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ജന്മശത്രുവായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ എങ്കിലും കാന്തപുരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. ഇവർക്ക് അതിനും കഴിയുന്നില്ല. ഇ.കെ. സമസ്തക്കാരായി നടക്കാനും കഴിയുന്നില്ല, അവരെ കാര്യം കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഒരു ലീഗ് ഇല്ലെങ്കിൽ ഇ.കെ. സമസ്തയല്ല, കംപ്ലീറ്റ് ആളുകള് സുന്നി എന്ന് പറയുന്ന ആളൊക്കെ കാന്തപുരത്തിന്റെ ഒപ്പം. ഈ ലീഗിന്റെ പാണക്കാട്ടെ തങ്ങളെയും പേരിലാണ് ഇന്ന് അവരിങ്ങനെ ജീവിച്ചു പോകുന്നത്.